ഹായ് ഗായ്സ്. അപ്പോൾ നമ്മളെ എന്താ പറയുക 2024 കഴിഞ്ഞ് 2025 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇന്നലെ എല്ലാം കൂടി കിടന്നുറങ്ങാനൊരു 4 മണി 4:30 ആയിക്ക്. വീഡിയോ ഒക്കെ അപ്ലോഡൊക്കെ ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് വെക്കുമ്പോഴേക്ക് 4:30 ആയിക്കുണ്ട്. അപ്പോൾ നമ്മൾ ആശാറ്റി കിടന്നുറങ്ങാണ്, നല്ല ഉറക്കം. അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് വിളിക്കാം. എണീക്കുമോ എന്നൊന്നും എനിക്കറിയില്ല, കാരണം ഉറക്കിൻ്റെ സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമൊക്കെ വരും. ചിലപ്പോൾ 2 അടിയൊക്കെ കിട്ടും, നിങ്ങൾക്ക് കാണാം. വാ കമ. ലൈറ്റിൻ്റെ സ്വിച്ചൊക്കെ ഇടിയായിരുന്നു. ഒന്ന് കത്തി ഗൈസ്. ഇല്ല 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 ഗൈസ്, ഇതും ഇല്ല. വേറെ എന്തോ നോക്കാം. ലൈറ്റ് ഓക്കെ ഗൈസ്. കിടക്കുന്ന കണ്ട് ഗൈസ്, രണ്ടാളും കിടക്കാട്ടോ. എളുപ്പത്തുണ്ട്. ജേ ജേ ഹാപ്പി ന്യൂ ഇയർ. ജേ എണീ അമ്മേ, എണീ. അല്ല എണീക്ക്, നീക്ക് നീ. സമയം 10 മണിയായി. അത്ര ആയില്ലുന്നോ? നേരം വെളുത്ത് 10 മണി 10:30 സമയം. എണീക്കുന്നില്ല ഗൈസ്. ഹായ് ഹായ് പറയൂ ഗൈസ്. 1-ാം തീയതി ആയിട്ട് തന്നെ പറ്റിയത് എന്നെ കൊണ്ട് മറ്റേത് പറയിപ്പിക്ക. എന്റെ 3 നല്ല ഉറക്കാണ് ഗൈസ്. നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റേ എന്താ പറയാനുണ്ടോ, ഞാൻ 4:30 എങ്ങാനും ഇറങ്ങിയത് ഗൈസ്, വീഡിയോ ഒക്കെ ചെയ്തിട്ട്. 2025 ഉഷാറായിട്ട് അടിച്ച് പൊളിച്ച് തിമിർത്ത് മറിച്ചാൻ അതിനനുസരിച്ചുള്ള കുറേ പിള്ളേരും ഉണ്ടായി മക്കളെ. ഒരു രക്ഷയില്ലായി കേട്ടോ മക്കളെന്ന് പറയേണ്ട +2 ഒക്കെ പഠിക്കുന്ന പിള്ളേർ. അതേപോലെ കുറേ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ചീഫ് ഗസ്റ്റാ. ചീഫ് ഗസ്റ്റാണ്. അതിൻ്റെ മുമ്പ് ഒരു കാര്യം, മക്കളെ എണീച്ചൂടല്ലേ, ഫോൺ ക്യാമറ ഓൺ ആക്കി കിടക്കുകയാണ്. ഇവിടെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇവിടുത്തെ ചീഫ് ഗസ്റ്റ് ഞാനായിരിക്കും എന്നുള്ളത്. ഇവർ 2 കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് എന്നെ കൊണ്ടാണ് കട്ട് ചെയ്യിച്ചത്. അത് എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിപ്പോയി തോന്നി കൈ കാണുന്നത്. അതേപോലെ എല്ലാവരുടെ അടുത്തും ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞോട്ടെ മക്കളെ. ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ഒരു സംഭവം ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ. ആദ്യമായിട്ട് എന്നെ ഒരു സ്ഥലത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അല്ല ഇൻട്രോ കൊടുക്കുന്ന സമയത്ത് കൃഷ്ണനെ വരയ്ക്കുന്ന മുസ്ലിം കുട്ടി എന്നാണ് എന്നെക്കുറിച്ച് പറയാറ്. പക്ഷേ എനിക്ക് ആ പേര് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മാറി അവർ കൊടുത്ത യൂട്യൂബർ ജസ്ന എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കൃഷ്ണനെ പറ്റിച്ച് ജീവിക്കുന്നു എന്നുള്ള രീതി എനിക്ക് മാറ്റി തന്നു. അപ്പോൾ ആ ചേട്ടൻ തന്നെയായിരുന്നു നമുക്ക് ഫോൺ ആ ചേട്ടനെ കുറിച്ച് വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. സ്ഥലം എന്ന് വെച്ചാൽ എന്റർടൈൻമെന്റിനുള്ള കുറെ സ്ഥലങ്ങൾ, നമ്മുടെ ഊഞ്ഞാല് ടെന്റ് പോലെ കെട്ടി അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പം ഞാൻ ഇന്നലെ വീഡിയോ എടുക്കാൻ പോയി. അപ്പം വീഡിയോ എടുക്കാൻ പോയ സമയത്ത് എൻ്റെ പൊന്നാര മോൻ്റെ അടുത്ത് എനിക്ക് 2 ഫോണുണ്ട് കേട്ടോ. ഒന്ന് ഇനി കുറയ്ക്കുന്നത് എന്തിനാ, ഞാൻ കുറച്ച് റിച്ചായിട്ട് ഒന്നതാണ്, ഞാൻ കുറച്ച് റിച്ചായിട്ട് തന്നെ പറയാം. ഒന്ന് 15 Pro ആണ് ഒരു ഫോണുള്ളത് iPhone 12 mini ആണ്. അപ്പോൾ 2 ഫോണുണ്ട്.
അപ്പോൾ ഈ 12 മിനി ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് കൊടുത്ത്. അത് റഫ്യൂസും ഇത് വീഡിയോസും മാത്രം. വീഡിയോസും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കാര്യങ്ങളൊക്കെ ഇതിലാണ് ഉള്ളത്. അപ്പോൾ ഇവന് ഫോണത് പോക്കറ്റിലിട്ട് ഊഞ്ഞാലാടി. ഊഞ്ഞാലാട്ടം 1.5 ഊഞ്ഞാലാട്ടായി പോയിന്നേ ഉള്ളൂ ഗൈസ്. ഫോണ് താഴെപ്പോയി. പക്ഷേ എൻ്റെ ഫോണിൻ്റെ DP അതോടെ ഞാൻ കാണിച്ചു തരാം. കണ്ണൻ എല്ലായിടത്തും ഉണ്ടടേ കാക്കാൻ. ഫോണിൻ്റെ DP ഇതാ ഞാനും കണ്ണനും കൂടി കഴിഞ്ഞ വിഷുവിനെടുത്ത ഫോട്ടോ. അപ്പോൾ ഈ DP കണ്ടപ്പോൾ കണ്ണനെ കണ്ടപ്പോൾ ഞാൻ ഇതിൽ തിരിഞ്ഞ് കളിക്കുന്ന പോലെ കണ്ടിട്ട് അങ്ങനെ റൂമും തപ്പി ഇത് നിങ്ങളെ ഫോണല്ലേ എന്ന് ചോദിച്ചിട്ട് വന്ന് രാത്രി എനിക്ക് ഫോൺ തന്ന്. ഈ ആ ഫോണ് പോയ കാര്യം പറയാൻ കാരണം ആ ഫോൺ കൊണ്ടു തന്ന ആളാണ് ഇന്നലെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തു കേട്ടോ. മൂപ്പര് ഇറ്റലിയിലാണ്, അതായത് ഇവിടുത്തെ ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവിടുത്തെ ചേട്ടന് ഇറ്റലിക്കാരാണ്, ഒരു മുതലാളി കേട്ടോ. അപ്പം അങ്ങനെയാണ്. ഏതായാലും ഒരു കാര്യത്തിൽ താങ്ക് യു. കാരണം ഈ വർഷം തുടങ്ങുന്നത് തന്നെ എൻ്റെ പ്രേക്ഷകരുടെ കൂടെ ആക്കി തന്നതിൽ അത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ജനുവരി 1 വീഡിയോ നിങ്ങളെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ഇന്നലെ ലാസ്റ്റ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തെല്ലാം കൂടി കിടക്കുമ്പോൾ 4 മണി വീഡിയോ ഇട്ടിട്ട് അല്ല ഇന്നലെ രാത്രി ഇട്ടിക്കല്ലോ 12 മണിക്ക് ശേഷം ന്യൂ ഇയർ അന്നപ്പോ ഞാനുണ്ടല്ലോ ശരിക്കും എന്റെ സ്വഭാവം വെച്ചിട്ട് ഇവന് കിട്ടുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എന്തോ കിട്ടിയില്ല ഗൈസ്, അതുകൊണ്ട് പിന്നെ എണീറ്റ് ബാക്കി വിശേഷങ്ങളൊക്കെ ഇതിന്റെ പുറകെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതുങ്ങളെ ഓയ് ഞാൻ പറഞ്ഞിട്ട് ക്യാമറ ഉണ്ട് തിരിയരുത് എന്ന് പറഞ്ഞിട്ട് മോനെ ബൈ ബൈ എണീറ്റോ, സമയം ഒരുപാടായടാ. അപ്പൊ എന്നാ ശരി, ടാറ്റ, ബൈ 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 ബൈ. അതേപോലെ പ്രമുഖ ശ്രീ ജസ്നെ അങ്ങനെ ഗായ്സ് ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ദേ ഇവിടെ തുടങ്ങുന്നു. കണ്ണാടിയിലും ഞാൻ എൻ്റെ പുറകോശം. അപ്പം നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. രാവിലെ ഭയങ്കര കോടയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എഴുന്നേക്കാൻ എനിക്ക് പറ്റിയില്ല. അതാ ഗായ്സ്, എങ്ങനെയുണ്ട് വ്യൂ? ഞാൻ പറഞ്ഞില്ല ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പോലെ ഒരു സംഭവം ഉണ്ടെന്ന്. ഗ്ലാസ് ഇട്ടതല്ല കേട്ടോ, അടിപൊളി വ്യൂ ആ, ഒരു രക്ഷയില്ല ഗായ്സ്. എവിടുന്നോ ഉണ്ട് നായി കുരക്കുന്നു. ഇതാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്, വ്യൂ വരുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പോൾ പോയി കൂച്ചണം. അങ്ങനെ കുളിച്ച് ഫ്രഷായി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എന്താണാവോ ഉള്ളതെന്നൊന്നും അറിയത്തില്ല, പോയി നോക്കട്ടെ. ആരടി ഇതൊന്നും റിസോർട്ടിൻ്റെ ചെറിയൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ ഗായ്സ് ദേ റിസോർട്ടിനോട് യാത്ര പറയുകയാണ് ഗായ്സ്. ഒരു അടിപൊളി ദിവസം തന്നെ ഇവിടെ ഞങ്ങൾക്ക് കിട്ടി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ന്യൂ ഇയർ ഇവിടെ വെച്ചിട്ട് നടത്തി എന്ന് തന്നെ പറയാം. പിന്നെ സുഹൃത്തുക്കളെ, എത്ര പേരിത് കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ കാണുന്ന ഓരോ വ്യക്തികളോടുകൂടിയായിട്ട് ഞാൻ ചെറിയൊരു റിക്വസ്റ്റ് ഇടട്ടെ. ഇതാരോന്ന് ഒരു വണ്ടിയുടെ മുകളിൽ എഴുതി വെച്ചതാണ്. ഏതായാലും വണ്ടിൻ്റെ ആൾക്കാർ എഴുതി വെച്ചതല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ എഴുതി വെച്ച ആളും കൂടി ഇത് കാണും എന്നുള്ളൊരു വിശ്വാസത്തിലാട്ടോ ഞാനിത് പറയുന്നത്. നിങ്ങൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്ന സമയത്തെ നിങ്ങളെ വീട്ടിലിരിക്കുന്ന കുട്ടികളൊക്കെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടികളും ഈ എഴുത്തും തമ്മിൽ എന്താ ബന്ധം എന്നല്ലേ? എൻ്റെ മകൾ ഇന്നലെ എന്നോട് ചോദിച്ചു, ഉമ്മ ഈ
പറയുന്ന ഈ ഒരു വാക്ക് എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചു. വാക്കിൻ്റെ പേര് പറഞ്ഞിട്ട് ചോദിച്ചു, ഈ വാക്ക് എന്താന്ന് ചോദിച്ചു. ഞാൻ എന്തെന്നാ പറഞ്ഞു കൊടുക്കുക? പറഞ്ഞു കൊടുക്കുന്നതിനൊരു പരിധിയില്ലേ? നമ്മൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക? ഞാൻ പറഞ്ഞാൽ മോളെ അതൊരു മോശ വാക്കാണ്. അപ്പം മോശ വാക്കാണെങ്കിൽ എന്തിന് ഹാർട്ട് ഇട്ടു എന്നാണ് അവൾ ചോദിച്ചത്. കേൾക്കണോ? അപ്പോൾ അതേപോലെ കുട്ടികൾക്ക് പലർക്കും സംശയം ഉണ്ടാവും. എന്നിട്ട് ഞാനത് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് അരുണിനോട് ഇതേ സെയിം ക്വസ്റ്റ്യൻ അവൾ ചോദിച്ചു, എന്താണ് മാമ ഇത്? ഇനി അത് എന്തുകൊണ്ടാണ് ഈ ഹാർട്ട് ഇട്ടതെന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇങ്ങനെ എഴുതി വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോടായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. പല മക്കൾ കാണുന്ന ഒരു സ്ഥലം, അല്ല ഒരു വണ്ടി വാഹനമാണ് ഇത്. റോഡിലൂടെ പോകുന്ന സമയത്ത് പല മക്കൾ ഇത് കാണും. അപ്പോൾ അവരുടെ മനസ്സിലും ഉണ്ടാവും ഇതെന്താണ്, അത് മോശം വാക്കാണെങ്കിൽ എന്തിന് ഹാർട്ട് ഇട്ടു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനത്തെ വാക്കുകൾ എഴുതി വെക്കരുത് എന്നുള്ള ചെറിയൊരു റിക്വസ്റ്റ്. അത് നിങ്ങൾ എത്ര പേരും അത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഉൾക്കൊള്ളുന്ന ഒരാളുണ്ടെങ്കിൽ അത് മതി. അപ്പം അതുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഓക്കെ, അങ്ങനെ ദേ വാഹനത്തിൽ കയറി. മോനെ മോളെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഒരു ദിവസം? നൈസ്. അടിച്ചു പൊളിച്ചോ? ഉറക്കെ പറ. ഇഷ്ടായോ? ഹാപ്പി ആയോ? അപ്പോൾ എൻ്റെ പിള്ളേർ ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. ഇനി എൻ്റെ ഇതുവരെ അനിയനായ ഇപ്പോഴത്തെ ഏട്ടനോ? അടിപൊളി ഉഷാറായിരുന്നു. ഗൈസ്, ഞാനുണ്ടല്ലോ ഇന്നലെ നടന്ന ഒരു കഥ പറഞ്ഞു തരാം. സമയം രാത്രി 12:30. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരാൾക്ക് കൈനീട്ടം അയച്ചു കൊടുത്തു. ഞാൻ കൈനീട്ടം 501 ഉറുപ്പിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നിട്ട് എന്നോട് കൈ കിട്ടാം. ഞാൻ ടീച്ചർ എന്താണ് ഇപ്പൊ ടെസ്റ്റ് ചെയ്താണോ പോകുന്നുണ്ടോ എന്നുള്ളത് ഞാൻ തിരിച്ചങ്ങോട്ട് അയച്ചു. ഞാൻ 501 രൂപ കൈനീട്ടം അയച്ചു കൊടുത്ത്. ഞാൻ കൈനീട്ടി. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, 500 പകരം 1500 അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അത് തിരിച്ചു വാങ്ങാൻ എനിക്ക് അറിയാം ഗൈസ്. അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ 501 രൂപ അയച്ചു കൊടുത്തിട്ട് ഞാൻ കൈ ഇങ്ങനെ നീട്ടി. അതപ്പോ എന്തെന്ന് ചോദിച്ചു. ഞാൻ കാണിച്ചു കൊടുത്ത് 501 അയച്ചിക്ക്. അത്രേ ഉള്ളൂ എന്നാന്നും പറഞ്ഞ ഞാൻ തിരിച്ച് 500 എനിക്ക് തന്നെ അയച്ചു തന്ന്. അത്രയ്ക്ക് ഫൂളായ ഒരു മനുഷ്യനാണ് നമ്മുടെ ഇതുവരെ എൻ്റെ അനിയനായ ഇപ്പോഴത്തെ എൻ്റെ ഏട്ടനായ അരുണേട്ടൻ. ഇനി അരുണേട്ടനോടായിട്ട് സന്തോഷായില്ലേ അരുണേട്ടാ? അച്ഛൻ വന്നപ്പോ പറഞ്ഞിക്ക് ശ്രീധനം മേടിക്കുന്നത് അരുണേട്ടൻ ഇഷ്ടല്ലാന്ന്. എനിക്ക് മനസ്സിലായ സംഭവം എന്താന്ന്. 501 ഉറുപ്പ് ഒരാള് നട്ടപ്പാതിനല്ലോ ന്യൂ ഇയർ കഴിഞ്ഞ പാട് 501 ഉറുപ്പിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചെന്ന്. പിന്നെ കയ്യും കാട്ടുന്നു. ഞാൻ ടീച്ചർ എന്താണ് കൊറേ ചോദിച്ചാൽ എന്താണ് മിണ്ടുന്നില്ല. കാരണം ആ ഫണ്ട് ഇട്ട സമയത്ത് DJ പാർട്ടിനുള്ളിൽ എല്ലാവരും അവിടെ പാട്ട് വെച്ച് എല്ലാവരും ഡാൻസ് കളിക്കുന്ന സമയത്താണ് എനിക്ക് ആ ഫണ്ട് അയച്ചു തരുന്നത്. ഫണ്ട് അയച്ചു കഴിഞ്ഞിട്ട് കയ്യും കാട്ടുന്നത് ഞാൻ എന്താ ചെയ്യാ? ഞാൻ ടീച്ചർ ഇനിയിപ്പോ ഗൂഗിൾ പേ എങ്ങാനും വർക്കായി ജസ്റ്റ് ടെസ്റ്റ് ചെയ്യല്ലോ, ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് എന്താന്ന് വെച്ച് കൊണ്ടാന്ന് ഞാൻ ടീച്ചർ ഇനിയിപ്പോ തിരിച്ചയക്കാനാക്കി ഞാൻ എന്താക്കി 501 പകരം 500 അയച്ചു കൊടുത്തു. അതാ സംഭവം. ഒന്നും ലാഭായില്ലേ? അപ്പൊ ഈ വർഷം ആദ്യം തന്നെ അരുണേട്ടനെ ഫുള്ളാക്കിയ ഒരു ആത്മസന്തോഷത്തോടെ ഈ യാത്ര അതേ തുടരുന്നു. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ വൈകി തരാട്ടാ. അങ്ങനത്തെ ഗായ്സ് നമ്മള് വയനാട് ജില്ലയോട് ടാറ്റ പറഞ്ഞിട്ട് നമ്മളെ സ്വന്തം കോഴിക്കോട് ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കോഴിക്കോട്. അപ്പൊ കോഴിക്കോട് ജില്ലയിലേക്ക് കാലും കുത്തി കയ്യും കുത്തി എന്നുള്ള വിവരവും ഞാൻ നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു. അതോലെ നോക്കൂ ഗായ്സ്, നമ്മുടെ 9ാം വളവ്. ഇതെന്നാ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ 9ാം വളവ് നെല്ലുന്ന എന്തിനാന്ന് ചോദിക്കണ്ട. ചോദിച്ചാലും ഞാൻ പറയും, വീണ്ടും ഞാൻ പറയും 9ാം വളവ്. പിള്ളേരൊക്കെ കുരങ്ങിനെ ഫോട്ടോ എടുക്കുന്ന. അപ്പം 9ാം വളവ് ടാറ്റ വ്യൂ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കയറി കണ്ടു നോക്കൂ. ടാറ്റ വ്യൂ അതിൽ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ.
വയനാട് ചുരത്തിലിറങ്ങിയിട്ട് ഉപ്പിലിട്ടത് വാങ്ങാൻ പോയതാണ്. അരണാട്ടെ ചോളം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ചോളം മോക്കെന്താ വേണ്ടേ? അരു മോക്ക് മാങ്ങ. മോനെന്താ വേണ്ടേ? വെള്ളം വേണ്ട. പോയി നിന്നോ, പുറംതിരിഞ്ഞെന്നാ മതി. അങ്ങനെ ദേ ഇളന്തപ്പയുണ്ട് ഒന്ന്. കേട്ടോ, ക്യാരറ്റ് വലിയ ഒന്നുമില്ല. അടുത്തതായിട്ട് മാങ്ങ. പട്ടി കടിച്ചു ഗൈസ്. പിന്നെ ഞാൻ ഇതുവരെ ഒന്ന് സൈലന്റ് ആക്കണം, ട്രൈ ചെയ്യാത്തൊരു സംഭവമാണ് ചോളം. ഒന്ന് ട്രൈ ചെയ്തോ കേട്ടാ. ഇതിനൊരു വികാരവും ഒരു വിചാരവും ഇല്ലാലോ. അവിടെ കാരണം ചോദിച്ചിട്ട് പോണം. ഇതെന്താ ഉപ്പിലില്ല, ഉപ്പുമില്ല, പുളിയില്ല, മധുരവും ഇല്ലാത്ത. ഇതിനൊരു വികാരവും വിചാരവും ഇല്ലാത്തൊരു സാധനം. ഞാൻ വിചാരിച്ചു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഉപ്പും ഇടയും വന്നില്ല, പുളിയും ഇടയില്ല. പക്ഷെ അവിടെ നിന്നോ തോന്നുന്നു കേട്ടോ. മോനെ ഞങ്ങൾ ചായ പിടിക്കാൻ വരെ അല്ലടാ കുഞ്ഞാ. അങ്ങനെ ബാക്കി ഇതൊക്കെ ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ടാറ്റാ, ബൈ ബൈ. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോന്ന് പറയാണ്ട് മൂപ്പര് മേടിച്ചു, മൂപ്പര് ആക്കി. ഒരു ഗുണമില്ല ഗായ്സ്. എന്നാലും തീർന്നു പോയി ഗായ്സ്. ഇതൊക്കെ യൂട്യൂബില് യൂട്യൂബിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയും. എന്നാ ഞാൻ കഴിക്ക് പേരൊക്കെ വാങ്ങിത്തരാം. അല്ലടോ, ഇനിയും ആ മരിച്ചീനി മോറിന്റെയും മറ്റേ പിള്ളന്റെ ഒക്കെ ബാക്കി അഞ്ഞ കണ്ടിട്ട് ഒരു മൈൻഡ് ഇല്ലാത്ത മോശാട്ടോ അല്ലേ? ഓല് ചെയ്യുമ്പോൾ തന്നെ ചെയ്ത കണ്ടില്ലേ? ഇനി ആ മരിച്ചീനി മോറിന്റെ സെയിം മോന്തണ്ട് എനിക്ക്. ഇനി ഓളെ പോലെ തന്നെ കേട്ടോ. ഓളും അങ്ങനെയല്ല, അന്നെ കണ്ടാ മൈൻഡ് ഇല്ല. ഓളും അങ്ങനെ തന്നെ, അന്നെ കണ്ടാ കടിച്ചു കീറാതെ. സോറി കഴിച്ചില്ല കേട്ടോ. ചേട്ടാ ഫുഡ് കഴിച്ചില്ലായി. അപ്പോൾ അംബിക ഹോട്ടലിൽ പാൽക്കപ്പയും അയിലക്കറിയും കഴിച്ച് നോക്കട്ടെ. അല്ലാണ്ട് ഫ്രൈഡ് റൈസ് ആട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. പാൽക്കപ്പ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നു. ഗൈസ്, ഞാൻ മൈജിയിലൊന്ന് കയറിട്ടോ. ചെറിയൊരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. സാധനം എന്ത് എന്ന് ചോദിച്ചാൽ എന്താന്ന് ഇപ്പൊ കാണിച്ചു തരാവേ. ഉള്ളത് മറ്റേ സെൽഫി സ്റ്റിക്കും സ്റ്റാൻഡും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ സാധനവും കൂടി മൈജി കയറിയിട്ട് വാങ്ങി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു, ഡോക്ടറെ അടുത്ത്. അതുകൊണ്ട് കോഴിക്കോട് വരെ വന്നതായിരുന്നു. അപ്പോൾ ഇതും കൂടി ഒന്ന് മേടിച്ചു. ഇനി നേരെ വീട്ടിലോട്ട്. അങ്ങനെ ന്യൂ ഇയറിന് പോയി. ന്യൂ ഇയർ അടിച്ചു പൊളിച്ചു. ജനുവരി 1-ാം തീയതി നാട്ടിൽ കാലും കുത്തി കയ്യും കുത്തി കോഴിക്കോട് വരാനുണ്ടായിരുന്നു. കോഴിക്കോട് വന്നു.
ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു. കാണിച്ചു. എന്റെ ചുണ്ടിക്കിട്ട് ഡോട്ട് കുത്തി. ആരോടും പറയരുതേ. പിന്നെ എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്യാനുണ്ടായിരുന്നു. അതാട്ടോ ചുണ്ടിക്ക് ചുറ്റിയത്. ഇനി അത് ആരും വേറെ വിചാരിക്കണ്ട കേട്ടാ. നിങ്ങളെ ചുറ്റൽ എന്താന്നുള്ള എനിക്ക് മനസ്സിലായിട്ടുണ്ട് ട്ടാ. അതും കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അരുണേട്ടാ, നിങ്ങൾക്ക് എന്താ മനസ്സ് എത്ര ജാടാ? ചുണ്ടിക്ക് ചുത്തു. അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. കാരണം വീട്ടിൽ പോയിട്ടേ ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിയത് കൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ക്ഷീണം. കിടന്നുറങ്ങണമെന്നുണ്ട്. അതേപോലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അടിച്ച ഇഞ്ചക്ഷന് ചെറിയൊരു മയക്കം ഉണ്ടാവുന്നുള്ളു. അപ്പൊ അതും കാരണവശാൽ ഞാൻ വീട്ടിൽ പോയാൽ തീയും തെരകിടതോ ചത്തതുപോലെ കിടക്കും. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച വണ്ടിയിൽ തന്നെ വൈൻഡപ്പ് ചെയ്യാം എന്നുള്ളത്. ഞാൻ മുന്നോട്ട് വെക്കുന്നതിന് എനക്കെന്താ ഇനിയും മുന്നോട്ട് വെക്കിക്കോ? പിന്നെ എനിക്ക് ദേഷ്യം പിടിച്ചാലേ എന്റെ നമ്പർ ഞാന് ചപ്പീന ബീവിക്ക് അയച്ചു കൊടുക്കൂട്ടോ. പിന്നെ തള്ളച്ച് വിളിച്ചിട്ട് എന്നാ മറ്റേ പറയേ കുലിസിതങ്ങള് പറയൂട്ടോ പെണ്ണുങ്ങള്. അപ്പൊ അതാണ് കാര്യം. ചപ്പീന ബീവിക്ക് ഒരു മറുപടി കൊടുക്കാനുണ്ട്. ഇന്ന് ഏതായാലും വയ്യ ഗൈസ്. ഇന്നലെ തുള്ളി ഒരു വയ്യായി പോയി. അമ്മ അതിട്ട് ടീച്ചർ പാർട്ടിയായിരുന്നു. അപ്പൊ നാളെ കൊടുക്കട്ടോ നമുക്ക്. അപ്പൊ നാളെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റാത്തോലുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണ്ട എന്നുള്ള വിനീതമായ അപേക്ഷയും കൂടി ഉണ്ട്. എന്റെ ഗൈസ് നിങ്ങൾ കണ്ടോ ഒരു നരച്ച മുടി സുരേഷ് ഗോപിന്റെ അതിൽ ഷിറ്റിട്ട് നിൽക്കുന്നത്? ആടെ കിടക്കട്ടെ. ഇവൻ പറിക്കാൻ നോക്കി, സമ്മതിച്ചില്ല ഞാൻ. എന്നോടാ കളി. ഈ ചില മുതുക്കന്മാരും എനിക്ക് മുതുക്കിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. മുതുക്കിയായി എന്നുള്ളത് കാണിച്ചു കൊടുക്കാനുള്ള മുദ്രയാണിത്. മുദ്ര ഇത് ഏകമുദ്ര മാത്രല്ലേ, ത്രിമുദ്ര ഉണ്ടാവും വിചാരിക്കുന്നു. ത്രിമുദ്ര ഉണ്ടാവും വിചാരിക്കുന്നു. ഇതുവരെ ഇല്ല. വേണമെങ്കിൽ വന്നേക്കാം, പറയാൻ പറ്റില്ലേ. അപ്പൊ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമന്റ് ആൻഡ് എന്നുവെച്ചാ നല്ല നെഗറ്റീവ് പോരട്ടെ നളിയാ. എന്നാലല്ലേ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് വേഗം കൂടെ കൂടിക്കോളി. സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഈ 2025 എനിക്കൊരു മറ്റേ എന്ത് ബട്ടനായി മോനെ, പ്ലേ ബട്ടൺ മേടിച്ച് തരുമോ ആവോ? നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഔദാര്യമാണ് എന്റെ ധനം എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക. നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക. ഓക്കെ, ആയിക്കോട്ടെ, ചേട്ടാ, ബൈ.